ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് ബൊഗൈൻവില്ല സീസണാണ്. ഇത് ഒരു കൂട്ടം ബൊഗൈൻവില്ല ചെടികളോടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, ഈടായിട്ട് ഞാൻ കുറേ അധികം ബൊഗൈൻവില്ല ചെടികൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ചെടികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ എൻ്റെ കയ്യിലുള്ള ചെടികൾ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ വാങ്ങാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞങ്ങളൊരു പുതിയ വീട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, ഒരു പുതിയ വീടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ മതിലിൽ ഫുള്ള് ഞങ്ങൾ ബൊഗൈൻവില്ല വെക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓൾറെഡി ഉള്ള ഐറ്റംസ് പിന്നെയും മേടിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ചെടികളിൽ ഒരുപാട് സർപ്രൈസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ്. ഒന്നോ രണ്ടോ നാടൻ ഐറ്റംസ് ഉണ്ട്, ബാക്കിയെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ചും ഓരോന്നിൻ്റെ വിലയെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അവസാനത്തെ 4 ചെടികളുണ്ട്. ഒരു ബിഗ് സർപ്രൈസാണ് അവിടെ, ശരിക്കും ലോട്ടറി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെ വിലയും ഓരോ വെറൈറ്റിയും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഇത് വാങ്ങിയ ഗാർഡൻ നമുക്കൊന്ന് പോയി കണ്ടിട്ട് ഓടി വരാം കേട്ടോ. ഇത് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരം എന്ന സ്ഥലത്തുള്ള ഹരിത നഴ്സറി ആൻഡ് റോസ് ഗാർഡനിലാണ്. മുമ്പ് ഞാൻ ഇവിടുന്ന് പല പ്രാവശ്യം ഫ്രൂട്ട് പ്ലാന്റ്സും ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഈ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും വരുമ്പോൾ കഴക്കൂട്ടവും കണിയാപുരവും കഴിഞ്ഞ് ഇടതുവശത്തായിട്ട് റോഡ് സൈഡ് തന്നെ കേട്ടോ. അതായത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇവരുടെ പ്രധാന ഔട്ട്ലെറ്റ് കൊല്ലത്താണെന്നാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവിധ ചെടികളും ലഭ്യമാണെങ്കിലും ബൊഗൈൻവില്ല സീസൺ ആയതുകൊണ്ടാവാം അധികവും ബൊഗൈൻവില്ല ചെടികളാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റീസ് ധാരാളം ഉണ്ടെങ്കിലും ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഒന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാനും സുഹൃത്തും കൂടിയാണ് ഇവിടേക്ക് വന്നത്. ഞങ്ങൾ ഏകദേശം 30ഓളം ബൊഗൈൻവില്ല ചെടികൾ വാങ്ങി. അതിൽ 13 ഞാനാണ് വാങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ മൊത്തം ഒന്ന് ചുറ്റി നടന്നിട്ട് ഇവിടുത്തെ കളക്ഷൻ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ അതേ ഇത്രയുമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കേണ്ട ചെടികൾ. അപ്പോൾ ഓരോ നാടും നമുക്ക് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞു 1-2 നാടൻ വെറൈറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും ഇത് ഈ കാണുന്നതാണ്, ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിയിരിക്കുന്ന നാടൻ വെറൈറ്റി. ഇത് നാടനാണെങ്കിൽ പീച്ച് കളറിൽ നല്ല രസമുള്ള പൂക്കളുള്ള ചെടിയാണ് കേട്ടോ. രസമല്ലേ? അപ്പോൾ ഇതിന് ശരിക്കും 150 രൂപ വെച്ചാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം കുറച്ച് വില വ്യത്യാസമുണ്ട്, ഞാൻ നാട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ കാണുന്ന ഒരു പക്ക റൂബി റെഡാണ്, നല്ല ചെടിയാണ് കണ്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 ഗാർഡൻസിൽ പോയിട്ട് ഈ റൂബി റെഡിൻ്റെ വില ചോദിച്ചായിരുന്നു. അപ്പോൾ ഇത്തരം ചെടികൾ 700 വരെ ചോദിച്ച ഗാർഡൻ ഉണ്ട് കേട്ടോ. ഇത് അവർ ശരിക്കും എനിക്ക് 300 രൂപയ്ക്കാണ് തന്നിരിക്കുന്നത്. നല്ലതല്ലേ? രസമായിട്ട് എനിക്ക് തോന്നിയിട്ടോ. ഇനി അതിൻ്റെ പുറകിലായിട്ടൊരു നമ്മുടെ പൂന വൈറ്റും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പലപ്പോഴും നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഈ പൂന വൈറ്റിന് അവർ വാങ്ങിയിരിക്കുന്നത് 250 രൂപ കേട്ടോ. ഇനിയുള്ളത് ചില്ലി റെഡാണ്. ഒക്കെ പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റി നോക്കിക്കുക, നല്ല പ്ലാന്റ്സ് കേട്ടോ. ഇതിൽ എനിക്കൊരു സർപ്രൈസ് തോന്നുന്നേ, ഇത് കണ്ടോ, ഇത് ചില്ലി റെഡാണ്. ഇതിലൊരു വേറൊരു പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ എന്തെങ്കിലും വെറൈറ്റി പൂവായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അത് കരുതാൻ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ വില പറഞ്ഞില്ലല്ലോ. ഈ ചില്ലി റെഡിന് അവർ വാങ്ങിയിരിക്കുന്നത് 300 രൂപ കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്തൊരു ലാവൻഡർ കളറുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, ഇതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഒരു പിങ്ക് കലർന്ന ഒരു ലാവൻഡർ കളറാണ്. ഇതിനവർ 200 രൂപ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഫോർമോസ പിങ്ക്, ഇത് എൻ്റെ കയ്യിലുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും വളരെ നല്ലൊരു ചെടിയാണ് കണ്ടല്ലോ. ഇതിനവർ വാങ്ങിയിരിക്കുന്നത് 350 രൂപ കേട്ടോ. ഇനി വരാൻ പോകുന്ന എൻ്റെ ഒരു ഫേവറിറ്റ് ബൊഗൈൻവില്ല കേട്ടോ, ഫയർ ഒപ്പൽ ഓറഞ്ച് എന്ന് എൻ്റെ പേര്, അറിയാലോ. എന്ത് അടിപൊളി ചെടിയാണ് നോക്കിയേ. ഈ ഫയർ ഓപ്പൽ ഓറഞ്ചിൻ്റെ വില 350, 350 പറഞ്ഞു, ഞാൻ മറന്നു കേട്ടോ. എന്തായാലും 350 കൂടുതൽ ഒരു ചെടി ആയിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ അത് 350 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയാണ് ഞാൻ പറഞ്ഞ സർപ്രൈസൊക്കെ വരാൻ പോകണം കേട്ടോ. ഇത് ഈ ഒരു ചെടി കണ്ടോ നിങ്ങൾ,
എന്തുകൊണ്ട് വീണ്ടും ഫയർ ഓപ്പൽ ഓറഞ്ചിന് എടുത്തെന്ന് ചോദിച്ചാൽ അതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ചെടി കണ്ടോ, ചില്ലി റെഡും കൂടി ഇതിൽ കൂടെ തന്നെ ഉണ്ട്. ഇത് ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്തതല്ല, അതിൻ്റെ ചുവട്ടിൽ നോക്കുകയാണെങ്കിൽ 2 ചെടികൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം വീക്ക് ആയതുകൊണ്ട് മറ്റേത് വെച്ചതാണോ, ഇനി വയ്ക്കുമ്പോൾ മാറിപ്പോകണമെന്ന് അറിയില്ല. ഒരെണ്ണം എന്തായാലും ചില്ലി റെഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ വെറൈറ്റി കണ്ടത് എടുത്തതാണ്. ഇതിനേക്കാളും സർപ്രൈസ് ഇനിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെടിയുണ്ട്, ടൈറ്റാട്ടോ. കാറിൻ്റെ പുറത്ത് വെച്ച് ആദ്യമായിട്ടൊരു ചെടിയെ പരിചയപ്പെടുത്തണം. ഈ ഒരു ചെടി കണ്ടോ, ഭയങ്കര ബുഷിയായിട്ടുള്ള ചെടിയാണ്. 350 രൂപ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചില്ലി യെല്ലോ ആണ്, കണ്ടല്ലോ. ഈ കാണുന്നത് കണ്ടോ, ഫയർ ഓപ്പൽ ഓറഞ്ചാണ്. ഇനി ഇതിലൊന്നിൽ വേറൊരു ചെടി കണ്ടോ, മൂന്നാമതൊരു ചെടി വളരെ ഭംഗിയായിട്ട് തന്നെ വരുന്നുണ്ട് കണ്ടോ. ഇതിലും എന്തായാലും വെറൈറ്റി കാരണം ഈ രണ്ടിൻ്റെ ലീഫുമായിട്ടൊരു ബന്ധമില്ല ഇതിൻ്റെ ലീഫിന്. അപ്പോൾ അതൊരു വെറൈറ്റി. അപ്പോൾ ഒരു ചട്ടിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന 3 കളേഴ്സാണ്, അതും 300 രൂപയ്ക്ക്. അടിപൊളിയല്ലേ? ഇനി അടുത്തത് ഇവിടെ ഇത് ഞാൻ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു അടിപൊളി ഫയർ ഓപ്പൽ ഓറഞ്ച് ഉണ്ട്, അതിനേക്കാളും അടിപൊളിയായിട്ട് റൂബി റെഡും ഉണ്ട്. എന്താ ഒറ്റയടിക്ക് കണ്ടാൽ ഗ്രാഫ്റ്റഡ് ആണോ എന്ന് തോന്നുമെങ്കിലും ഇത് കുറച്ചും കൂടെ ഭംഗിയുണ്ട്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും ഭംഗിയുണ്ട്. ചുവട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ചെടികൾ കാണുന്നേ ഉള്ളൂ. കണ്ടോ, 2 ചെടികളിലും 2 ടൈപ്പ് പൂക്കളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനും 2 ചേർത്ത് 350 തന്നെ വാങ്ങിയുള്ളൂ കേട്ടോ അയാൾ. അടുത്ത് വലിയൊരു സർപ്രൈസാണ് കണ്ടോ. ഒരു ചട്ടിയിൽ 3 ടൈപ്പ് ചെടികളാണ്. ചുവട്ട് നോക്കിയാൽ കാണാൻ പറ്റും 3 കമ്പ് കുത്തിയിരിക്കുന്നത് കണ്ടോ. ഇതിൽ ഒരെണ്ണത്തിൽ ചില്ലി യെല്ലോ ആണ്, ഒരെണ്ണത്തിൽ ചില്ലി റെഡാണ്. ഈ കാണുന്നത് ഫ്ലെയിം റെഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഫയർ ഓപ്പൽ ഓറഞ്ച് അല്ല, ഫ്ലെയിം റെഡ് ആണെന്ന് പറയാനുള്ള കാരണം അവിടെ ഫ്ലെയിം റെഡ് ചെടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ കുറേ തപ്പി നടന്നപ്പോൾ ഒരെണ്ണം എനിക്ക് കിട്ടി. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ടുണ്ട്, അവിടെ സ്ഥലത്ത് നടന്നതാ വെച്ചാണ്. ഇതവർ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടോ, അവർ പോലും കണ്ടില്ല ഞാൻ തപ്പിയപ്പോഴാണ് കിട്ടിയെന്ന് അവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് 350 രൂപ വാങ്ങി, ഇതിനും 350 തന്നെ വാങ്ങി. 3 ചെടികൾക്ക് 350 രൂപ, ഇതിന് ഒരു ചെടിക്ക് 350 രൂപ. ശരിക്കും പറഞ്ഞാൽ ഈ ചെടികൾ എനിക്ക് യാദൃശ്ചികമായിട്ട് എൻ്റെ കണ്ണിൽ പെട്ട കേട്ടോ. ഞാൻ ആ ഗാർഡനിൽ മൊത്തം പരതി നടക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് ചെടികളുടെ ഇടയിൽ ഡിഫറെൻറ്റ് പൂക്കളുണ്ട്. അപ്പോൾ ഞാൻ പൊക്കിയെടുത്തതാണ്. ശരിക്കും ഇത്രയും വെറൈറ്റീസ് ഓഫ് പൂക്കൾ ഒരേ ചട്ടി തന്നെ കണ്ടപ്പോൾ ആ ഗാർഡൻകാർ പോലും ഞെട്ടിപ്പോയി കേട്ടോ. അവർ കണ്ടില്ല. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞത് അവിടെ ആ ചെടിക്ക് എന്ത് വിലയായിട്ടിരിക്കുന്ന ആ വിലയ്ക്ക് എടുത്തോളാനാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇട്ടിരിക്കുന്നത് 300 350 രൂപയ്ക്കാണ്. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നവർ കരുതുന്നു. അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ കാണുമ്പോൾ ചിലർ പറയും ഇത് യൂട്യൂബർക്കായതുകൊണ്ട് അവർ തന്നതാണ്, നിങ്ങൾ പോയിട്ട് സ്പെഷ്യൽ റേറ്റ് തന്നതാണ്. ഒന്നുമല്ല, ഞാനൊരു യൂട്യൂബർ ആണെന്നും വീഡിയോ ചെയ്യുന്ന കാര്യവും പുള്ളിക്ക് അറിയില്ല. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടായിരിക്കും പുള്ളി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബൊഗൈൻവില്ലയെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് വെറൈറ്റീസ് കുറേ അധികം വന്നിട്ടുണ്ട്. ഡെയിലി പുതിയ വെറൈറ്റീസ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് നോർമലി കുറച്ച് കാലം മുമ്പ് വന്ന ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ബൊഗൈൻവില്ല തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പുതിയ വീട്ടിലേക്ക് ആയതുകൊണ്ട് വാങ്ങിയതാണ്. കാരണം അവിടെ സ്ഥിര താമസമില്ല, ഒത്തിരി കോസ്റ്റ്ലി വെറൈറ്റീസ് കൊണ്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വെക്കാൻ വേണ്ടി ചട്ടികൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ. പ്ലസ് എൻ്റെ ബൊഗൈൻവില്ല കണ്ടോ, ആ സൈഡിലൊക്കെ പൂത്തിരിക്കുന്നത് കണ്ടോ, അത് മറ്റേ സൈഡിലും കാണാൻ പറ്റും കുറേ അധികം പൂത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ ചട്ടികളുടെ റേറ്റും കാര്യമൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എന്ത് ചട്ടിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡിഫറെൻറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കാണണം കേട്ടോ. ഇതിൻ്റെ പുറകെ തന്നെ അതും വരും. അപ്പോൾ ഈ ഗാർഡനിൽ നിങ്ങൾ ആരെങ്കിലും ചെടി വാങ്ങാൻ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഇതേ സൈസിലുള്ള ചെടികൾ തന്നെ കുറച്ചും കൂടെ വലിയ ചട്ടികളിലാക്കിയിട്ട് അവർ 500 രൂപ 600 രൂപ ആ റേഞ്ചിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോയി വീഴാതെ ഗാർഡൻ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ 300 350 ആ റേഞ്ചിലും ഇത്തരം ചട്ടികളിൽ ഇങ്ങനത്തെ ഒരുപാട് ചെടികൾ ഇരിപ്പുണ്ട്, നോക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ബൊഗൈൻവില്ല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.